ശക്തി നൽകണമേ, വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ. ആരാധനയ യേശുവേ, ഹല്ലേലൂയ മാറാനാഥാ, ഹല്ലേലൂയ മാറാനാഥാ. Come, Lord Jesus. യെശയ്യാ 66:15 ഇപ്രകാരം പഠിപ്പിക്കുകയാണ്: കർത്താവ് അഗ്നിയിൽ എഴുന്നള്ളും, അവിടുത്തെ രഥം ഒരു കൊടുങ്കാറ്റ് പോലെ. കർത്താവ് ഡെഫിനറ്റായിട്ടും അഗ്നിയിൽ എഴുന്നള്ളും, ഒരു കൊടുങ്കാറ്റ് പോലെ അവിടുത്തെ രഥം ഈ ദേശത്ത് നെടുകയും കുറുകയും സഞ്ചരിക്കും. ഇതാ ദൈവത്തിൻ്റെ വചനത്തിൽ പഠിപ്പിക്കുകയാണ്, കർത്താവ് അഗ്നിയിൽ എഴുന്നള്ളും, അവിടുത്തെ രഥം ഒരു കൊടുങ്കാറ്റ് പോലെ. ഞാൻ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, അവിടെ നിന്ന് ഇങ്ങനെ അഗ്നിയിലൊക്കെ എഴുന്നള്ളി കഴിഞ്ഞാൽ ബാക്കിയുള്ളവരുടെ സ്ഥിതി എന്താവും? ഇവിടെ മനുഷ്യന്മാർക്ക് ജീവിക്കണ്ടേ? അതുകൊണ്ട് ഇച്ചിരി വലിയൊരു കുളിർക്കാറ്റായി വരുമെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ ഒരു ശീതളത്തന്നലായി വരുമെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. നമുക്ക് ഈ അഗ്നിയിൽ എഴുന്നള്ളുന്ന കർത്താവിനെ നമുക്ക് അധികം പരിചയമില്ല. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവ് അഗ്നിയിൽ എഴുന്നള്ളുമ്പോൾ എന്താണ് ഞങ്ങൾക്ക് കിട്ടുന്നത് എന്നാണ് ദൈവത്തിൻ്റെ സന്നിധി നിരന്തരം ഞാൻ വെച്ച ഒരു റിക്വസ്റ്റ്. എന്താണ് അങ്ങ് അഗ്നിയിൽ എഴുന്നള്ളിയാൽ ഞങ്ങൾക്ക് എന്താണ് ഗുണം? ഈ ഇവിടെയുള്ള ജനത്തിന് എന്താണ് ഗുണം? അതാണ് നിരന്തരം ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചത്. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 1-2 വ്യക്തികളുടെ അനുഭവങ്ങൾ എൻ്റെ ശ്രദ്ധയിലേക്ക് വന്നു. കർത്താവ് അഗ്നിയിൽ എഴുന്നള്ളുമ്പോൾ തകർന്ന് തരിപ്പണമായി ഭ്രഷ്ട എന്ന് പോലും വിളിക്കപ്പെട്ട് ആർക്കും വേണ്ടാതെ തരിപ്പണമായി കിടക്കുന്ന ജീവിതങ്ങളെല്ലാം 1-ാം സ്ഥാനത്തേക്ക് ഇങ്ങോട്ട് വരും. പ്രൈസ് ദി ലോർഡ്. ഉറക്കെ പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. ആർക്കും വേണ്ടാതെ എല്ലാവരും ഭ്രഷ്ട എന്ന് പറഞ്ഞ് തൊടാൻ പോലും അറയ്ക്കുന്ന വിധം മാറ്റിയിട്ടിരിക്കുന്നവരെല്ലാം 1-ാം സ്ഥാനത്താക്കുന്നതാണ് അഗ്നിയിൽ എഴുന്നള്ളുന്ന കർത്താവിൻ്റെ പ്രത്യേകത. അഗ്നിയിൽ എഴുന്നള്ളുന്ന കർത്താവ് എങ്ങനെയാണ് ഏറ്റവും പുറകിൽ കിടക്കുന്നവരെ ഏറ്റവും മുൻനിരയിൽ എത്തിക്കുന്നത് എന്ന് ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ എത്ര ചിന്തിച്ചാലും നമുക്ക് മനസ്സിലാവില്ല. എന്നാൽ ഹൃദയം കൊണ്ട് അത് അംഗീകരിച്ചാൽ ഒരു അത്ഭുതമായി ഈ അഗ്നിയിൽ എഴുന്നള്ളുന്ന കർത്താവ് പ്രവർത്തിക്കാൻ തുടങ്ങും. ഞാനൊരു ഉദാഹരണം പറയാം. അച്ഛൻ ഇരിങ്ങാലക്കുട ദേശത്ത് ഒരു കുടുംബത്തിൽ ഒരു പ്രത്യേക ക്രിട്ടിക്കൽ സ്റ്റേജിൽ ഒരു കാര്യത്തിന് വേണ്ടി ഇടപെടാൻ പോയി. അങ്ങനെ ചെല്ലുന്ന സമയത്ത് അവിടെ നല്ല യോഗ്യനായ ഒരു മനുഷ്യൻ, നല്ല പെർഫ്യൂമൊക്കെ അടിച്ചൊരു മനുഷ്യൻ അവിടെ നിൽക്കുന്നുണ്ട്. പെർഫ്യൂം എന്ന് പറഞ്ഞാൽ കണ്ടമാനമുള്ളതല്ല, നല്ല ഡീസൻറ്റ് പെർഫ്യൂം അടിച്ച ഒരു മനുഷ്യൻ അവിടെ നിൽക്കുന്നുണ്ട്. നല്ല യോഗ്യൻ, നല്ല നീറ്റ് ഡ്രസ്സ്, നല്ല കണ്ടാൽ തന്നെ നല്ല ഒരു ജെന്റിൽമാൻ അവിടെ നിൽക്കുകയാണ്. ഉടനെ ഞാൻ ആ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ഞാൻ ചോദിച്ചു, ഹലോ സാർ, ഹൗ ആർ യു? അപ്പോൾ പറഞ്ഞു, അച്ഛാ അങ്ങനെയൊന്നും പറയരുത്, സാധാരണ വല്ല മലയാളം വാക്കി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചേട്ടന് സുഖമാണോ? ചേട്ടൻ പറഞ്ഞു, അച്ഛാ ഞാനൊരു പൊട്ട മനുഷ്യൻ. എന്നിട്ട് ആ ചേട്ടൻ്റെ കഥകളാ ചേട്ടൻ പറയുകയാണ്. ഞാൻ എൻ്റെ സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് ചാണകം ചുവന്ന് വന്ന് മടുത്ത ചേട്ടനാണ്. അതായത് ഇവർ 3-4 മക്കളുണ്ടായിരുന്നു. ഇവർ 3-4 മക്കൾ, ഇവരും അപ്പനും അപ്പൻ്റെ ഒക്കെ ആയിട്ട് ഒരുമിച്ച് കഴിയുന്ന കാലം. അവർക്ക് കുറേ പാടങ്ങൾ, ഇരിങ്ങാലക്കുട പ്രദേശം ഒത്തിരി പാടങ്ങളുടെ സ്ഥലങ്ങളാണ്. ഇവർക്ക് കുറേ പാടങ്ങളുണ്ട്. ഇവർ തന്നെയാണ് കളച്ച് അത് ചാലിക്കുന്നത്. കന്നിനെ വിളിച്ച് പൂട്ടാൻ ഇവർക്ക് പൈസയില്ല. ഇവർ തന്നെ ചാണകം ചുമക്കുന്നത്, കുട്ടികൾ തന്നെയാണ് ചാണകം ചുമന്ന് പാടത്ത് കൊണ്ടിരുന്നത്. ഈ പാടത്തേക്കുള്ള ചവറ് മുഴുവൻ ചുമന്നുകൊണ്ട് വരുന്നത് ഈ കുട്ടികൾ തന്നെയാണ്. അങ്ങനെ ഈ കുട്ടികൾ തന്നെയാണ് ഇതെല്ലാം പരമാവധി പണികൾ ചെയ്യുന്നത്. അപ്പനും അമ്മയുണ്ട്, അവർ നേരത്തെ പണിക്കിറങ്ങും, കുട്ടികളും പിന്നെ ഒപ്പം പണിക്കിറങ്ങും. അങ്ങനെ പണിത് 9 മണി, സ്കൂളിൽ 9:30ക്കാണ് പോകണമെങ്കിൽ 9 മണി വരെ ഈ ചാണകം ചുമന്ന് ഈ ചേറും ചവിട്ടിയിട്ട് പെട്ടെന്ന് പോയി 2 ബക്കറ്റ് വെള്ളം ഒഴിച്ചിട്ട് നേരെ സ്കൂളിലേക്ക് ഓടിപ്പോകും പുസ്തകം എടുത്തിട്ട്. ഇതായിരുന്നു സ്കൂൾ പഠനം. അപ്പോൾ കുട്ടികളുടെ മണമൊക്കെ എന്താണെന്ന് ചിന്തിച്ച് നോക്കിയേ. അടുത്തിരിക്കുന്ന കുട്ടികളുടെ ഒരു പീഡ ചിന്തിച്ച് നോക്കിയേ. ചാണകം ചുവന്ന് പെട്ടെന്ന് 2 ബക്കറ്റ് വെള്ളം ഒഴിച്ച് ഓടി പോകണ കുട്ടികളുടെ ഒരു മണം. അപ്പോൾ അവർ പറഞ്ഞ് നാറിയിട്ട് പാടില്ലായിരുന്നു പറഞ്ഞു. ചേട്ടൻ പറയുകയാണ്, അതേപോലെയായിരുന്നു ശരീരത്തിൻ്റെ സ്ഥിതി.
അങ്ങനെ ഒരു ദിവസം ചാണകം ചുവന്ന് പോകുമ്പം, ഇവർക്ക് ചാണകത്തിന് മണം അറിയാവുള്ളൂ, അങ്ങനെ പോകുമ്പം ഏതോ ഒരു 40 വർഷങ്ങൾക്ക് മുമ്പാണ്, ഏതോ ഒരു മനുഷ്യൻ നല്ലൊരു പാൻസ് ഇട്ട് നല്ലൊരു ഷർട്ട് ഇട്ട് എന്തോ അത്ര ഈ ഗൾഫിൽ നിന്ന് വരുമ്പം ഒരു കുത്തലുള്ള മണമുള്ള സാധനം ഉണ്ടല്ലോ, അത് അടിച്ചിട്ട് ഇങ്ങനെ പോവുകയാണ്. ഉടനെ ജീവിതത്തിൽ ആദ്യമായിട്ടൊരു സുഗന്ധം വരികയാണ് മൂക്കിലേക്ക്. ഈ കുട്ടി 6ാം ക്ലാസ്സിൽ 7ലാണ് പഠിക്കാനുള്ളത്. അന്ന് രാത്രി എല്ലാവരും വീട്ടിലിരിക്കുന്ന സമയത്ത് കുട്ടി അപ്പനോടും അമ്മയോടും പറഞ്ഞു, ഇന്ന് ആദ്യമായിട്ടൊരു സുഗന്ധം ഞങ്ങൾ കേട്ടു. ഞങ്ങൾ ചാണകം ചുമന്നുകൊണ്ട് പോകുമ്പം ഒരു നല്ല മനുഷ്യൻ പാൻസൊക്കെ ഇട്ടൊരു വലിയ സാറ് ഇതാ നടന്നു പോകുമ്പം ഇങ്ങനെ നല്ല സുഗന്ധം വന്നെന്ന് പറഞ്ഞു. സെൻറ്റിൻ്റെ എന്താണെന്നറിയില്ല, ഒരു കുത്തല സുഗന്ധം വന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ അമ്മയോട് എന്നിട്ട് ഈ കുട്ടി ഒരു ചോദ്യം, അമ്മ ജീവിതത്തിൽ എന്നെങ്കിലും മരിക്കുന്നതിന് മുമ്പ് എന്നെങ്കിലും ശരിക്കും വേണ്ട ആ കുപ്പി കഴുകിയ വെള്ളത്തിൻ്റെ മണമെങ്കിലും നമ്മുടെ ദേഹത്ത് പൂശാൻ ദൈവം നമുക്ക് അവസരം തരുമെന്ന് ചോദിച്ചു. അത് അമ്മയ്ക്ക് ഹൃദയത്തിൽ വലിയ വേദനയായി. ഉടനെ അമ്മ പറഞ്ഞു, മോനെ, ദൈവത്തിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് തീർന്നു പോയിട്ടൊന്നുമില്ല. നീ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ മതി, നിനക്കുള്ളത് അവിടെ ഇരിപ്പുണ്ട്. ദൈവത്തിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് തീർന്നു പോയിട്ടൊന്നുമില്ല. നീ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ നിനക്കുള്ളത് ദൈവം നിനക്ക് തരും. അന്ന് ചാണകം ചുമന്ന് 6ാം ക്ലാസ്സിൽ 7ലും പഠിക്കുന്ന സമയത്ത് ചാണകം ചുമന്ന് നടക്കുമ്പോൾ ഈ കുട്ടിക്ക് എന്ത് മേൽഗതി കിട്ടാനാണ്? ആ കുട്ടിക്ക് ഒന്നും ചിന്തിക്കാൻ പറ്റുന്നില്ല. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ചേട്ടനായി. ആ ചേട്ടൻ എന്ന് പറയാണ് വിയന്നയിൽ വലിയൊരു സ്ഥാപനത്തിൽ, ഒരു കമ്പനിയിൽ ഹെഡായിട്ടിരിക്കുകയാണ്. അയാളുടെ കീഴിൽ ഒരുപാട് സായിപ്പന്മാർ ജോലി ചെയ്യുകയാണ്. ആ സായിപ്പന്മാർക്ക് പോലും ശമ്പളം കൊടുക്കുന്നത് ഇന്ന് നമ്മുടെ ഈ പൊട്ടച്ചേട്ടനാണ്. ചാണകം ചുമന്ന് ജീവിതത്തിൽ ഒന്നെങ്കിലും ഒരു ദിവസമെങ്കിലും ഒരു പെർഫ്യൂം അടിക്കാൻ ദൈവം ഞങ്ങൾ അനുവദിക്കുമോ എന്ന് ചോദിച്ച ആ കുട്ടിയാണ് ഇന്ന് ഓസ്ട്രിയ രാജ്യത്ത് വിയന്ന തലസ്ഥാന നഗരിയിൽ, അതിൻ്റെ ആ പ്രധാന നഗരത്തിൽ വലിയൊരു കമ്പനിയുടെ ഹെഡായിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ചേട്ടൻ പറയാണ്, അച്ഛാ, എൻ്റെ കീഴിൽ തന്നെ ഒരുപാട് സായിപ്പന്മാർ ജോലി ചെയ്യുന്നുണ്ട്. അവരെല്ലാം നിയോഗിക്കുന്നതും ശമ്പളം കൊടുക്കണതൊക്കെ ഞാനാണ്. ഞാനങ്ങനെ വലിയ കസേര കയറിയിരിക്കുന്ന സമയത്ത് ചാണകം ചുമന്ന് ഞാൻ എൻ്റെ പഴയ കാര്യങ്ങൾ ഓർക്കും. എന്നിട്ട് എപ്പോഴും എൻ്റെ അമ്മയുടെ വാക്ക് എൻ്റെ മനസ്സിലേക്ക് ഞാനങ്ങനെ ഓർക്കും. അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്, മോനെ, ദൈവത്തിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് തീർന്നു പോയിട്ടൊന്നുമില്ല. ദൈവത്തിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് തീർന്നു പോയിട്ടൊന്നുമില്ല. നീ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ മതി. എപ്പോഴും ഈ ചേട്ടൻ്റെ മനസ്സിൽ ആ സ്വരം മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തോബിത്തിന്റെ പുസ്തകത്തിൽ 4-ാം അധ്യായം 21-22 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നത് അങ്ങനെ തന്നെയാണ്. കൊച്ചു തോബിയാസ് അവൻ വളരെ ദുഃഖിതനും വേദനിക്കുന്നവനായിരിക്കുകയാണ്. അപ്പോൾ വീട്ടിൽ കുറച്ച് കടബാധ്യത ഉള്ളതുകൊണ്ടായിരിക്കണം അങ്ങനെ വേദനിക്കുന്നവനും ദുഃഖിക്കുന്നവനായിരിക്കുന്ന സമയത്ത് കൊച്ചു തോബിയാസിൻ്റെ അപ്പൻ തോബിത്ത് അത് കണ്ടു. തോബിത്ത് ആകുല ചിത്തനായിരിക്കുന്ന കൊച്ചുമകൻ തോബിയാസിനെ കണ്ടിട്ട് അവനോട് പറഞ്ഞു, മകനെ, നമ്മൾ ദരിദ്രരായി തീർന്നതിൽ നിനക്ക് ആദ്യം വേണ്ട. നിനക്ക് ദൈവത്തോട് ഭക്തി ഉണ്ടായിരിക്കുകയും നീ നിന്റെ പാപങ്ങൾ ഉപേക്ഷിക്കുകയും ദൈവഭക്തിയിൽ ജീവിക്കുകയും ചെയ്താൽ അവിടുന്ന് നിനക്ക് വലിയ സമ്പത്ത് നൽകി നിന്നെ അനുഗ്രഹിക്കും. തോബിത്തിന്റെ പുസ്തകത്തിൽ 4-ാം അധ്യായം 21-22 തിരുലിഖിതങ്ങളിലാണ് നാം അത് വായിക്കുന്നത്. മകനെ, നമ്മൾ ദരിദ്രരായി തീർന്നതിൽ നിനക്ക് ആദ്യം വേണ്ട. നിനക്ക് ദൈവത്തോട് ഭക്തി ഉണ്ടായിരിക്കുകയും നീ നിന്റെ പാപങ്ങൾ ദുർമാർഗങ്ങൾ ഉപേക്ഷിക്കുകയും ദൈവത്തിലേക്ക് പിന്തിരിയുകയും ദൈവഭക്തിയോടെ ജീവിക്കുകയും ചെയ്താൽ അവിടുന്ന് നിന്നെ വലിയ സമ്പത്ത് നൽകി അനുഗ്രഹിക്കും. ഹല്ലേലൂയ. ഇന്ന് ആ ചേട്ടൻ പറയാണ്, അച്ഛാ, എൻ്റെ ഓഫീസിൽ അനേകം പേര് കള്ളു കുടിക്കാനും ഓരോ കാര്യങ്ങളിൽ അങ്ങനെ അർമാദിച്ച് നടക്കാനും പോകുമ്പം വീക്കെൻഡിൽ ഒരുപാട് പേര് കള്ളു കുടിക്കാൻ പോകും. വീക്കെൻഡ് എന്ന് പറഞ്ഞാൽ തിങ്കൾ തൊട്ട് വെള്ളി വരെ അധ്വാനിക്കും. വെള്ളി, ശനി, ഞായർ 3 ദിവസങ്ങൾ കിട്ടുന്ന പണം മുഴുവനും കള്ളു കുടിച്ചും തിന്നും കുടിച്ചും മതിച്ചും തീർക്കും. അങ്ങനത്തെ ഒരു ശൈലി അവിടെ പലർക്കും ഉണ്ട്. അപ്പോൾ അനേകം പേര് അങ്ങനെ നടക്കുമ്പം ഈ ചേട്ടൻ പറയാണ്, ഞാൻ വീക്കെൻഡിൽ ഞാൻ പള്ളിയിൽ പോയിരുന്നു പ്രാർത്ഥിക്കും. കാരണം എൻ്റെ ദൈവമാണ് എന്നെ അനുഗ്രഹിച്ചത്, എൻ്റെ ദൈവമാണ് എൻ്റെ ബുദ്ധി തെളിച്ചു തന്നത്. വെറും ചാണകം ചുമക്കാൻ മാത്രം ഉണ്ടായിരുന്ന കഴിവാണ് തലയ്ക്കുണ്ടായിരുന്നുള്ളൂ. ചാണകം ചുവന്ന് വന്ന് ബുദ്ധി കെട്ടുപോയ ഒരു അവസ്ഥയായിരുന്നു. പക്ഷേ എൻ്റെ ബുദ്ധിയെ എൻ്റെ ദൈവം തെളിച്ചു തന്നു. ഇന്ന് ഞാൻ സായിപ്പന്മാർക്ക് പോലും ഗൈഡൻസ് കൊടുക്കുന്ന പൊസിഷനിൽ ഇരുന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ.
അതാണ് പ്രിയപ്പെട്ട സഹോദരൻ. ആ വ്യക്തിയുടെ ജീവിതത്തിൽ അഗ്നിയിൽ എഴുന്നള്ളുന്ന കർത്താവിൻ്റെ ആത്മാവ് അങ്ങോട്ട് വ്യാപരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ദുർഗന്ധ കൊട്ടയിൽ നിന്ന് അദ്ദേഹത്തെ ഉന്നത സ്ഥാനങ്ങളിലൂടെ സവാരി ചെയ്യാൻ തക്കവണ്ണം കർത്താവ് അനുഗ്രഹിച്ചു. കർത്താവ് അഗ്നിയിൽ വ്യാപരിക്കുമ്പോൾ ഒരു അഭിഷേകം ഞാൻ നിങ്ങൾ പ്രാപിച്ചാൽ യെശയ്യായുടെ പുസ്തകം 58-ാം അധ്യായത്തിൽ 14-ാം തിരുലിഖിതം, അപ്പോൾ നീ കർത്താവിൽ ആനന്ദം കണ്ടെത്തും. ഇന്ന് ആ ചേട്ടനെ സംബന്ധിച്ച് ജോലിയിലല്ല ആനന്ദം, ചേട്ടന് പെർഫ്യൂമിലല്ല ആനന്ദം, ചേട്ടന് സമ്പത്തിലല്ല ആനന്ദം. ചേട്ടൻ പറയാണ്, വീക്കെൻഡ് കിട്ടിയാൽ 2 ദിവസം ജോലിക്ക് ലീവ് കിട്ടിയാൽ ഞാൻ എൻ്റെ അടുത്തുള്ള ദേവാലയത്തിൽ പോയിരുന്ന് എൻ്റെ കർത്താവിനെ സ്നേഹിച്ചുകൊണ്ടിരിക്കും, എൻ്റെ കർത്താവിനെ ആരാധിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ, ഈ അഗ്നി അഭിഷേകം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വന്നാൽ ലോകത്തിലെ സന്തോഷത്തിൽ നിന്ന് ദൈവത്തിൽ സന്തോഷിക്കാനുള്ള ഒരു ഔന്നത്യത്തിലേക്ക് ഞാനും നിങ്ങളും ജീവിതത്തിൽ ഉയരും. യെശയ്യാ പ്രവചനത്തിൽ 58-ാം അധ്യായത്തിൽ 14-ാം വാക്യത്തിൽ രേഖപ്പെടുത്തുന്നത്, അപ്പോൾ നീ കർത്താവിൽ ആനന്ദം കണ്ടെത്തും, ലോകത്തിലെ ഉന്നത സ്ഥാനങ്ങളിലൂടെ നിന്നെ ഞാൻ സവാരി ചെയ്യിക്കും, നിന്റെ പിതാവായ യാക്കോബിൻ്റെ ഓഹരി കൊണ്ട് ഞാൻ നിന്നെ പരിപാലിക്കും. കർത്താവാണ് ഇത് അരുളി ചെയ്തിരിക്കുന്നത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവ് അഗ്നിയിൽ എഴുന്നള്ളുന്നു. അവിടുത്തെ രഥം ഒരു കൊടുങ്കാറ്റ് പോലെ. അഗ്നിയിൽ എഴുന്നുള്ള കർത്താവ് മറ്റൊരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇടപെട്ടത് ഞാൻ ഓർമ്മിക്കുന്നുണ്ട്. അതായത് തഴക്കദോഷങ്ങളും ദുശീലങ്ങളും നിമിത്തം തകർന്നൊരു മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ മെയിൻ പ്രശ്നം കഠിനമായ തരത്തിലുള്ള സ്വയംഭോഗ സ്വഭാവത്തിൽ അടിമപ്പെട്ട് ഇനി ഈ ലോകത്തിൽ ഈ ഒരു ശീലത്തിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ ആരുമില്ല, അതുപോലെ തകർന്നൊരു വ്യക്തിയാണ് ഞാൻ ഈ പറയുന്നൊരു വ്യക്തി. അദ്ദേഹം ധ്യാനത്തിന് അട്ടപ്പാടിയിൽ വന്ന് ദൈവവചനെല്ലാം കേട്ട് ഏറ്റവും വലിയ വിഷമം അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ അടുത്ത ജോലിയുണ്ട്, പണമുണ്ട്, നല്ല കാര്യം, എല്ലാ സംവിധാനങ്ങളുണ്ട്, പക്ഷേ എൻ്റെ എല്ലാ സന്തോഷവും നഷ്ടപ്പെടുന്നത് എൻ്റെ ഈ ദുശീലത്തിൽ നിന്ന് എനിക്ക് മോചനം കിട്ടുന്നില്ല, എനിക്ക് രക്ഷ പ്രാപിക്കാൻ പറ്റുന്നില്ല, ഞാൻ എന്തു ചെയ്യും അച്ഛാ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അദ്ദേഹത്തിന് ചില ആശയങ്ങൾ കൊടുത്ത്, ഉപദേശങ്ങൾ കൊടുത്ത് അദ്ദേഹം ബോംബെയിലാണ് ജോലി ചെയ്യുന്നത്. നല്ല ശമ്പളമുണ്ട്, നല്ല സ്ഥിതിയിലാണ്. അങ്ങോട്ട് പോയി. എന്തായാലും ശരി, അദ്ദേഹം പിന്നീട് ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം അദ്ദേഹം ലെറ്ററിലൂടെ എഴുതി അറിയിച്ചു. അദ്ദേഹം പറഞ്ഞെങ്ങനെയാണ്, അങ്ങനെ ധ്യാനം കഴിഞ്ഞ് പോന്നിട്ട് എനിക്ക് ജീവിതത്തിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബോംബെ ബൈബിൾ കൺവെൻഷൻ, നമ്മുടെ അട്ടപ്പാടി സെഗിയോൺ ടീം ബോംബെ ആ വലിയൊരു ഗ്രൗണ്ടിൽ നടത്തുന്നത്. ആ വിക്രോളി ആ ഭാഗത്തൊരു വലിയ ഗ്രൗണ്ടിൽ നടത്തുകയാണ്. ആ കൺവെൻഷൻ്റെ അവസാന ദിവസം ഇങ്ങനെ ഒരു അനൗൺസ്മെൻ്റ് ഉണ്ടായി, ഇതാ നിങ്ങൾക്ക് നല്ല നല്ല ആത്മീയ പ്രസിദ്ധീകരണങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്, ആവശ്യക്കാർക്ക് മലയാളത്തിൽ കിട്ടും, വാങ്ങാവുന്നതാണ്. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ എന്തെങ്കിലും ഒരെണ്ണമെങ്കിലും വാങ്ങണ്ടെന്ന് വിചാരിച്ച് പോയിട്ട് ഒരു അഭിഷേകാഗ്നി വചന പ്രഘോഷണം 1/2 മണിക്കൂറുള്ളൊരു എപ്പിസോഡ് അദ്ദേഹം വാങ്ങിച്ചിട്ട് പോയി. അങ്ങനെ വാങ്ങിച്ച് അദ്ദേഹം മുറി കൊണ്ടുവച്ച് എന്തായാലും പിറ്റേ ആഴ്ച ജോലി കഴിഞ്ഞ് വന്ന് ശനിയാഴ്ച മറ്റേ ഇച്ചിരി സമയം കിട്ടിയപ്പം എന്നാൽ ഞാൻ അത് നിട്ട് കണ്ടേക്കാമെന്ന് വിചാരിച്ച് അഭിഷേകാഗ്നി പ്രോഗ്രാം അദ്ദേഹം ടെലിവിഷനിലിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത്, ടി വിയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മനുഷ്യൻ പറയുകയാണ്, അതിനുശേഷം പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ചിരിക്കുകയാണ്. പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് ആ ആരാധന 2 മിനിറ്റ് ആരാധന ഉണ്ട്. അതിൻ്റെ അവസാനം ആ ആരാധന നടക്കുമ്പോൾ ഇദ്ദേഹത്തിന് എപ്പോഴും മനസ്സിൻ്റെ വേദന, ഞാൻ പ്രാർത്ഥിച്ചാൽ അടുത്ത ആഴ്ച വീണ്ടും പാപം ചെയ്യും, ഞാൻ എന്തിനാ അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ നിരാശ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ പിടിച്ചിങ്ങനെ ഇരിക്കണമുള്ളെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അദ്ദേഹത്തിന് ചുറ്റും ഒരു കൊടുങ്കാറ്റ് പോലെ, എന്തോ ഒരു ചുഴി പോലെ ഇങ്ങനെ അടിക്കാൻ തുടങ്ങി. അദ്ദേഹം നോക്കുമ്പം വസ്തുവകകളൊക്കെ അതേപോലെ ഇരിക്കുന്നുണ്ട്. ഇദ്ദേഹത്തിന് ചുറ്റിനും കടന്ന് ഭയങ്കരമായ ഒരു കാറ്റ് കടന്ന് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹം ആ കാറ്റിന് നടുവിൽ അകപ്പെട്ടു പോയി. കുറച്ച് നേരം 2 മിനിറ്റ് നേരം ആ അനുഭവം ഉണ്ടായി. അപ്പോഴേക്കും ആരാധന തീർന്നു. അദ്ദേഹം പറയുകയാണ്, അന്ന് തൊട്ട് സ്വയംഭോഗം ചെയ്യണമെന്നുള്ള ആ ഒരു അടിമത്ത ചിന്ത അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് മാഞ്ഞുപോയി. അദ്ദേഹത്തിന് ആരോഗ്യമുള്ളൊരു മനസ്സ് കൊടുത്ത് കർത്താവ് അനുഗ്രഹിച്ചു. പ്രൈസ് ദി ലോർഡ്. അദ്ദേഹം അതിനുശേഷം വളരെ സന്തോഷത്തോടെ, ഇപ്പോൾ 1-2 വർഷമായി വളരെ സന്തോഷത്തോടെ ജോലി ചെയ്യുന്നത് മാത്രമല്ല, ഇന്ന് അദ്ദേഹം കർത്താവിൻ്റെ ഒരു നല്ല തീഷ്ണമതിയായ കർത്താവിൻ്റെ ഒരു സ്നേഹിതനാണ്. പ്രൈസ് ദി ലോർഡ്. അദ്ദേഹം സാക്ഷ്യമായിട്ട് എഴുതി അറിയിച്ച് എല്ലാവരും അറിയിക്കാൻ വേണ്ടി എനിക്ക് എഴുതി അറിയിച്ചിരിക്കുകയാണ്. അതിനുശേഷം അദ്ദേഹത്തിന് അങ്ങനത്തെ ഒരു ദുർചിന്ത അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അഡിക്ഷൻ, അങ്ങനത്തെ ഒരു അടിമത്തം അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ അലട്ടിയിട്ടില്ല. ധ്യാനം കൂടി അല്ലെങ്കിൽ ഒരു പല കാര്യങ്ങളും ചെയ്ത് 10-30 വർഷം പല വിധത്തിൽ അദ്ദേഹം ട്രൈ ചെയ്തിട്ട് സ്വന്തം അധ്വാനം കൊണ്ട് തലകുത്തി മറിഞ്ഞിട്ട് നടക്കാത്ത ഈ കാര്യം ഒരു 2 മിനിറ്റ് കൊണ്ട് കർത്താവിൻ്റെ അഗ്നി അത് ചെയ്ത്.
ഇതെന്താ കർത്താവ് എന്ന് ചോദിച്ചപ്പോഴാണ് യെശയ്യാ പ്രവചനത്തിൽ 10-ാം അധ്യായത്തിൽ 17-ാമത് തിരുലേഖനം വെളിപ്പെട്ട് വന്നത്. യെശയ്യാ 10:17 പതിവിങ്ങനെയാണ്: ഇസ്രായേലിൻ്റെ പ്രകാശം അഗ്നിയായും അവൻ്റെ പരിശുദ്ധൻ ഒരു ജ്വാലയായും മാറും. അത് കത്തിജ്വലിച്ച് ഒറ്റ ദിവസം കൊണ്ട് അവൻ്റെ മുള്ളുകളും മുൾപടർപ്പുകളും ദഹിപ്പിച്ച് ചാമ്പലാക്കും. മുള്ളുകളും മുൾച്ചെടികളും ദഹിപ്പിച്ച് കളയുന്ന അഗ്നിയാണ് ഈ കൊടുങ്കാറ്റിൽ എഴുന്നള്ളുന്ന അഗ്നി. പ്രൈസ് ദി ലോർഡ്. ഒരുപാട് മുള്ളുകളും മുൾച്ചെടികളും നമ്മുടെ ഹൃദയത്തിൽ വളർന്നു നിൽക്കുകയാണ്. ഒരുപാട് തരത്തിലുള്ള അന്ധകാരങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ വേരുവാക്കിയിരിക്കുകയാണ്. ഒരായുസ് മുഴുവൻ തലകുത്തി മറിഞ്ഞിട്ട് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. പ്രിയ പൈതലേ, നീ ഇന്ന് ഹൃദയത്തിൽ എളിമപ്പെട്ട് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കുമോ? ദൈവമേ, എനിക്ക് ഇന്ന മുള്ളുകളുണ്ട്, ഇന്ന തരത്തിലുള്ള സ്വഭാവങ്ങളുണ്ട്, ഇന്ന ദുർസ്വഭാവങ്ങളുണ്ട്, ഇന്ന തരത്തിലുള്ള കീടസ്വഭാവങ്ങളുണ്ട്. ആ കീടസ്വഭാവത്തിലേക്ക് എല്ലാം ഒന്ന് എഴുന്നള്ളി വരണമേ എന്ന് പറഞ്ഞ് മനസ്സിരുത്തി ഈ അഭിഷേകത്തിൻ്റെ അഗ്നി, ദൈവത്തിൻ്റെ ഒരു അഗ്നി അഭിഷേകം ഇറങ്ങാൻ വേണ്ടി പ്രാർത്ഥിച്ചു നോക്കിയേ. ഒരായുസ് മുഴുവനും തലകുത്തി മറിഞ്ഞിട്ട് ഒന്നും നടക്കാതിരുന്നത് ഒരു മിനിറ്റ് പോലും വേണ്ട. ഈ ദൈവത്തിൻ്റെ അഗ്നി വ്യാപരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അത് പരിപൂർണമായും ഇറങ്ങിപ്പോകും. ഹല്ലേലൂയ. ഉറക്കെ പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദുശീലങ്ങൾ മാത്രമല്ല, ജീവിതത്തിലെ എന്തു തന്നെ പ്രശ്നമാണെങ്കിലും ഈ ഒരു അഗ്നി അഭിഷേകം കൊണ്ട് ഇറങ്ങിയാൽ അവിടെ അത് അത്ഭുതകരമായ ഒരു വ്യത്യാസം വരുത്തിയിട്ടേ പിന്നെ അത് അടങ്ങുകയുള്ളൂ. ഞാനൊരു സംഭവം പറയാം. 2 ആഴ്ചകൾക്ക് മുമ്പ് ഒരു വെള്ളിയാഴ്ച അട്ടപ്പാടിയിൽ തിരുവനന്തപുരത്ത് നിന്ന് ഒരു കുടുംബം വന്ന്. തിരുവനന്തപുരത്ത് നിന്ന് ആ കുടുംബത്തിൻ്റെ പ്രത്യേകത എങ്ങനെയാണ്? അവർ ഒരു 3 കുട്ടികളും പിന്നെ എൻ്റെ അപ്പനും അമ്മയും 5 പേര്, പിന്നെ എൻ്റെ ആങ്ങളമാർ, ആ ചേച്ചിയുടെ ആങ്ങളമാർ, ഒരു നല്ല സംഘം ആളുകൾ തിരുവനന്തപുരത്ത് നിന്ന് വന്നിരിക്കുകയാണ്. അവരുടെ പ്രശ്നം ഇതാണ്: കഴിഞ്ഞ വർഷം അനന്തപുരി കൺവെൻഷൻ നടക്കുന്ന സമയത്ത് ഈ ചേച്ചി 34-35 വയസ്സുണ്ടാവും, 3 കുട്ടികളുണ്ട്. ആ ചേച്ചി ക്യാൻസർ വന്ന് അത് ബ്രെയിൻ മുഴുവൻ പടർന്ന് 4th സ്റ്റേജിലെത്തി. അത് എല്ലാവരും ഉപേക്ഷിച്ച ഒരവസ്ഥയിലായി. തിരുവനന്തപുരത്തുള്ള വളരെ പ്രമുഖമായൊരു ഹോസ്പിറ്റലാണ് ചികിത്സിക്കുന്നത്. അതിൻ്റെ മെയിൻ ഹെഡായിരിക്കുന്ന ഡോക്ടർ രാംദാസ് ആണ് ഈ ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റിന് നേതൃത്വം കൊടുക്കുന്നത്. ഡോക്ടർ രാംദാസ് മാത്രമല്ല, അതിൻ്റെ കൂടെ ഒരുപാട് ഡോക്ടർമാർ, ആ ഹോസ്പിറ്റലിലുള്ള ക്യാൻസർ ഡിവിഷനിലുള്ള മുഴുവൻ ഡോക്ടർമാരും ഒറ്റക്കെട്ടായിട്ട് ഇതിന് ഒരു പ്രത്യേക വകുപ്പിൽപ്പെട്ട ക്യാൻസറാണ് ഈ കുട്ടി, ഒരു അപൂർവ ക്യാൻസറാണ് ഈ കുട്ടിക്ക് വന്നിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് അതിൻ്റെ മെയിൻ പ്രഭാവഭാഗം കണ്ണിൻ്റെ കൃഷ്ണമണിയുടെ പുറകിലാണ്. അപ്പോൾ അതൊന്ന് എടുത്ത് കളയുക, അല്ലെങ്കിൽ അത് റേഡിയേഷൻ കൊടുക്കുക വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. ഒരു അപൂർവ ടൈപ്പ് ക്യാൻസറാണ് അവർക്ക് വന്നിരിക്കുന്നത്. ബ്രെയിനിലേക്കൊക്കെ പടർന്ന് അത് കംപ്ലീറ്റ് ഒരു പിടിവിട്ട സ്റ്റേജായി. അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു 3 മാസത്തിനുള്ളിൽ മരിച്ചിരിക്കും. ആ ഡോക്ടർ പറഞ്ഞതാണ്, പിന്നെ അപ്പുറത്തേക്ക് പോവില്ല. അപ്പം അതുകൊണ്ട് അവർ വീട്ടുകാരോട് ബാക്കി 3 ചെറിയ കുട്ടികൾ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അനന്തപുരി കൺവെൻഷൻ നടക്കുന്നത്. അനന്തപുരി കൺവെൻഷൻ നടക്കുന്ന സമയത്ത് അവർ ആ കുട്ടിയുടെ അവസാന ആഗ്രഹം ഡോക്ടറോട് പറഞ്ഞു: ഡോക്ടറെ, എനിക്ക് ആ അനന്തപുരി കൺവെൻഷൻ ഒന്ന് പോകണം. അപ്പോൾ ഡോക്ടർ വീട്ടുകാരോട് പറഞ്ഞു അവസാനത്തെ ആഗ്രഹങ്ങളെല്ലാം നടപ്പാക്കിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ അതല്ലെങ്കിൽ ചികിത്സിച്ചിട്ടൊന്നും കാര്യമില്ല. അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് അവർ കൊണ്ടുവന്നു. കാര്യം ചെറിയ മഴയൊക്കെ ആണെങ്കിലും ആ കൺവെൻഷൻ ഗ്രൗണ്ട് 10,000-കണക്കിന് ആൾ സമ്മേളിച്ച് ആ ഗ്രൗണ്ടിൻ്റെ മൂലയിൽ ഇവരെ ഇരുത്തി. എന്തായാലും ശരി, ആദ്യ ദിവസം കഴിഞ്ഞു, കടന്നുപോയി. അവർക്കൊന്ന് തൊട്ടടുത്തുനിന്ന് വരണമെന്നുണ്ടായിരുന്നു, പക്ഷെ അവസരം ലഭിച്ചില്ല. 2ാമത്തെ ദിവസം അവരൊരു തീരുമാനം എടുത്തു. അവർ പറഞ്ഞു എന്തായാലും ഇന്ന് അച്ഛനെ കാണാതെ ഞങ്ങൾ പോകുകയില്ല. എന്നിട്ട് മുൻവശത്ത് കൂടെ ഒന്നും വരാൻ നിവൃത്തിയില്ല. അപ്പോൾ അവർ സംഘാടകരോട് പറഞ്ഞ് അങ്ങനെ സ്റ്റേജിൻ്റെ പുറകിൽ സ്റ്റേജിൽ നിന്ന് ഇറങ്ങുന്ന ആ സ്റ്റെപ്പിൻ്റെ അവിടെ വന്ന് നിന്നു. സ്റ്റേജിൽ നിന്ന് ഇറങ്ങാതിരിക്കാൻ പറ്റില്ലല്ലോ, ഇറങ്ങുന്ന സ്റ്റെപ്പിൻ്റെ അവിടെ വന്നു. അപ്പോൾ സ്റ്റേജിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഇവർ വന്ന് അച്ഛാന്ന് പറഞ്ഞ് കൈ കയറി പിടിച്ചു. ഞാൻ എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഇതാണ് സ്ഥിതി. ഞാൻ അപ്പോൾ അപ്പോഴത്തേനും കുറേ പേര് വന്നു. ഞാൻ പറഞ്ഞു ശരി 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 എന്ന് പറഞ്ഞ് ഞാൻ വേഗം അങ്ങോട്ട് പോയി. പോകുന്ന സമയത്ത് അതിൻ്റെ ആങ്ങളെ പറഞ്ഞു അച്ഛാ 3 കുട്ടികളുണ്ട് അച്ഛാന്ന് പറഞ്ഞു. ആ കരച്ചിലും ബഹളം. അപ്പോഴത്തേനും ഇവരുടെയൊക്കെ ഒരു ഭയങ്കരമായ സങ്കടമാണ്. ഉടനെ ഞാൻ പുറകോട്ട് വന്നിട്ട് അവരുടെ തലേ കൈ അങ്ങോട്ട് വെച്ചു. എന്നിട്ട് കർത്താവേ എന്ന് പറഞ്ഞു ഒരു 2 സെക്കൻഡ്. അപ്പോഴേക്കും വിട്ട് ഇവരെല്ലാം കൂടെ നിലവിളിച്ച്. ആ ക്യാൻസറുള്ള വ്യക്തിയും അതിൻ്റെ ആങ്ങളെയും പിന്നെ അതിൻ്റെ ഭർത്താവും ഒക്കെ അവിടെ നിലവിളിച്ച്. അവർ ഈ കഴിഞ്ഞ 2 വെള്ളിയാഴ്ച മുമ്പ് സ്റ്റേജിൽ വന്നിട്ട് പറയുകയാണ്, ഇത് കഴിഞ്ഞ് ജനുവരി നടന്നതാണ്. അപ്പോൾ സ്റ്റേജിൽ വന്ന് 2 വെള്ളിയാഴ്ച മുമ്പ് വന്നിട്ട് അവർ പറയുകയാണ്, അന്ന് ആ കൈ വെച്ച ആ സെക്കൻഡിൽ എന്തോ ഒരു ശക്തി വന്ന് ശിരസ് മുതൽ പാദം വരെ അങ്ങോട്ട് പൊതിഞ്ഞു. അപ്പോൾ ഇവരുടെ നിയന്ത്രണം വിട്ടുപോയി. അതാണ് വിട്ട് പരിസരബോധം മറന്ന് നിലവിളിച്ചത്.
അവർ പറയാണ് തൽക്ഷണം ക്യാൻസർ ശരീരത്തിൽ നിന്ന് അപ്രത്യക്ഷമായി. എന്നിട്ട് അവർ ഹോസ്പിറ്റലിൽ ചെന്ന് പിന്നെ ബയോപ്സി, ആ ക്യാൻസർ ഉണ്ടായിരുന്ന ആ ബ്രെയിനിൻ്റെ ഭാഗത്തു നിന്നൊക്കെ കുറച്ചെടുത്ത് ബയോപ്സിക്ക് അയച്ച് ബയോപ്സി റിസൾട്ട് വന്നപ്പോൾ ശരീരത്തിൽ തരി ക്യാൻസർ ഇല്ലെന്ന് പറഞ്ഞ റിസൾട്ടുമായിട്ടാണ് ഡോക്ടർ അവരെ അഭിസംബോധന ചെയ്തത്. ആ ഹോസ്പിറ്റലിൽ ഈ കുട്ടിയുടെ പേര് പ്രസിദ്ധമാണ്, കാരണം അപൂർവ ക്യാൻസർ, എല്ലാവരും അറിയാവുന്ന രോഗി. ആ ഡോക്ടർമാരെല്ലാം അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. അവർ പറഞ്ഞത് എങ്ങനെ സൗഖ്യപ്പെട്ടു എന്ന് അവർക്ക് അറിയാൻ പാടില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വചനം ദൈവമക്കളോട് പഠിപ്പിക്കുന്ന കാര്യം എങ്ങനെയാണ്? യെശയ്യാ പ്രവചനത്തിൽ 43-ാമത്തെ അധ്യായത്തിൽ 15ഉം 16ഉം തിരുലിഖിതങ്ങൾ വചനം പഠിപ്പിക്കുകയാണ്. നിങ്ങളുടെ സ്രഷ്ടാവും ഇസ്രായേലിൻ്റെ പരിശുദ്ധനും കർത്താവുമായ ദൈവമാണ് ഞാൻ. സമുദ്രത്തിൽ വഴിവെട്ടുന്നവനും പെരുവെള്ളത്തിൽ പാതയൊരുക്കുന്നവനും. ദൈവവചനം യെശയ്യാ പ്രവചനത്തിൽ 43-ാം അധ്യായം 15ഉം 16 വാക്യങ്ങളിലാണ് പറയണത്. ഇസ്രായേലിൻ്റെ സ്രഷ്ടാവും നിങ്ങളുടെ രാജാവും പരിശുദ്ധനുമായ കർത്താവാണ് ഞാൻ. സമുദ്രത്തിൽ വഴിവെട്ടുന്നവനും പെരുവെള്ളത്തിൽ പാതയൊരുക്കുന്നവനും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ ഇപ്പോൾ ഒരു പ്രത്യേക അവസ്ഥയിലായിരിക്കാം. സാമ്പത്തികമായോ, അതും അല്ലെങ്കിൽ ആത്മീയമായോ, അതും അല്ലെങ്കിൽ രോഗത്തിൻ്റെ മേഖലയിലോ, അല്ലെങ്കിൽ കുടുംബ പ്രശ്നത്തിൻ്റെ മേഖലയിലോ. പക്ഷേ ഇതോടുകൂടി എല്ലാം തീർന്നു എന്ന് ചിന്തിക്കേണ്ട. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവ് അഗ്നിയിൽ എഴുന്നള്ളുന്നു. അവിടുത്തെ രഥം ഒരു കൊടുങ്കാറ്റ് പോലെ തകർന്ന് ഏറ്റവും പുറകെ കിടക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും ആ വ്യക്തിയെ ഏറ്റവും ഉയർന്ന നിലയിൽ, ആത്മീയമായും ഭൗതികമായും ഉയർന്ന നിലയിൽ നടത്താൻ തക്കവണ്ണം ഈ ആത്മാവ് ജീവിതത്തെ കീഴ്മേൽ മറിക്കും എന്ന് തന്നെ അറിഞ്ഞുകൊള്ളുവിൻ. ഈ സമയം നമ്മളിന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ജീവിതത്തിൻ്റെ ഓരോ തകർച്ചയോർ നിരാശപ്പെട്ട് മദ്യപിക്കാൻ പോകുന്നവർ, ഇനി എനിക്ക് രക്ഷയില്ലെന്ന് ചിന്തിച്ചിരിക്കുന്നവർ, ഇനി എൻ്റെ ജീവിതത്തിൽ എങ്ങനെ ഞാൻ മുമ്പോട്ട് പോകും, 3-4 കോടി കടമുണ്ട്, ഇനി ആരെന്നെ രക്ഷിക്കും, ഇങ്ങനെ നിരാശ, അന്ധകാരം, ഭാരം, മടുപ്പ്, ജീവിത നൈരാശ്യം ഇങ്ങനെ ഇരിക്കുന്ന ഓരോ മകനും മകളും കർത്താവിൻ്റെ സന്നിധി ഹൃദയം എളിമപ്പെടുത്തട്ടെ, കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, അങ്ങയുടെ നാമത്തെ ആരാധിക്കുന്ന ഈ സമൂഹത്തിലേക്ക് അഗ്നിയിൽ എഴുന്നള്ളി വ്യാപരിക്കണമേ കർത്താവേ. ഒരു കൊടുങ്കാറ്റിൻ്റെ സ്വരത്തോടെ കൊടുങ്കാറ്റിൻ്റെ രഥത്തിൽ എഴുന്നള്ളി വരണമേ കർത്താവേ. അവിടുത്തെ രഥം കൊടുങ്കാറ്റ് പോലെ അവിടുന്ന് അഗ്നിയിൽ എഴുന്നള്ളുന്നു. ഓരോ ജീവിതത്തിൻ്റെ ഓരോ അവസ്ഥകളിലേക്ക് വ്യാപരിക്കണമേ കർത്താവേ. ഓരോ അവസ്ഥകളിലേക്ക് വ്യാപരിക്കണമേ കർത്താവേ. ഓരോ സാഹചര്യങ്ങളിലേക്ക് വ്യാപരിക്കണമേ കർത്താവേ. നിരാശയിലേക്ക് വ്യാപരിക്കണമേ കർത്താവേ. തകർച്ചകളിലേക്ക് വ്യാപരിക്കണമേ കർത്താവേ. പഠിക്കാൻ കഴിയാത്ത കുട്ടികളുടെ ബുദ്ധിയിലേക്ക് വ്യാപരിക്കണമേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, മാറാനാത്ത. Come, Lord Jesus. യെരമിയായുടെ പുസ്തകം 31-ാം അധ്യായം 16-ാം തിരുലിഖിതം. നിന്റെ കരച്ചിൽ നിർത്തി കണ്ണുനീർ തുടയ്ക്കൂ, നിന്റെ യാതനകൾക്ക് പ്രതിഫലം ലഭിക്കും. നിന്റെ ഭാവി പ്രത്യാശാഭരിതമാണ്. ഈ നിമിഷങ്ങളിൽ 2 കരങ്ങൾ ഉയർത്തി നമ്മുടെ കൂടെ നമ്മുടെ ഭാവി പ്രത്യാശാഭരിതമാക്കാൻ ഇടപെടുന്ന സർവശക്തനായ ദൈവത്തെ ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ സ്വർഗീയ രാജാവേ, കുടുംബങ്ങളുടെ മേൽ അത്ഭുതകരമായി വ്യാപരിക്കണമേ. ഓ സ്വർഗീയ രാജാവേ, ജീവിതങ്ങളുടെ മേൽ അത്ഭുതകരമായി വ്യാപരിക്കണമേ. ഓ സ്വർഗീയ രാജാവേ, എല്ലാ കണ്ണുനീരിൻ്റെ മേലും വ്യാപരിക്കണമേ. നിലവിളിക്ക് ഉത്തരം നൽകുന്നവനെ, നിലവിളിക്ക് ഉത്തരം നൽകുന്നവനെ, ഇപ്പോൾ കുടുംബങ്ങൾ ഇടപെടണമേ. കാലങ്ങളായുള്ള കുടുംബത്തിൻ്റെ എല്ലാ അവസ്ഥകളിലേക്കും അത്ഭുതകരമായ ദൈവസ്നേഹം നിറയട്ടെ, പരിശുദ്ധാത്മാഭിഷേകം നിറയട്ടെ, സ്വർഗീയ സൗഖ്യങ്ങൾ നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, മാറാനാത്ത. Come, Lord Jesus. എൻ്റെ പേര് മേരി. ഞാൻ എൻ്റെ അമ്മയുടെ പേർക്കായിട്ടാണ് സാക്ഷ്യം പറയുന്നത്. ഞങ്ങളുടെ വീട് പഴയന്നൂർ ഇടവക, തൃശ്ശൂർ ജില്ലയിലെ പഴയന്നൂർ ഇടവക. തൃശ്ശൂർ ജില്ലയിലെ പഴയന്നൂർ ഇടവക എന്നാണ് വരുന്നത്. അമ്മയുടെ കാലിൽ 3 വർഷമായിട്ട് ചൊറിഞ്ഞു പൊട്ടിയിട്ട് വെള്ളം
പഴുപ്പൊക്കെ വന്ന് കുറേ മരുന്നുകളൊക്കെ ചെയ്തു, അലോപ്പതി ആയുർവേദമൊക്കെ ചെയ്തിട്ടും മാറിയില്ല. ഞാനിവിടെ ആദ്യ വെള്ളിയാഴ്ചകളിൽ ധ്യാനത്തിന് വന്നപ്പോൾ അമ്മ പറഞ്ഞു ഞാനും വരുന്നുണ്ട്. അങ്ങനെ അമ്മ അവിടെ ധ്യാനം കൂടാൻ വന്നു. 3 ആദ്യ വെള്ളിയാഴ്ച ഞാൻ കൂടിയ എൻ്റെ കാലിലെ അസുഖം മാറുകയാണെങ്കിൽ ഇവിടെ സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു. ഒരു നേർച്ച ഇപ്പോൾ 3-ാമത്തെ വെള്ളിയാഴ്ചയാണ് ഞങ്ങളിപ്പോൾ വന്നേക്കുന്നത്. അമ്മയുടെ കാലിലെ അസുഖം മാറി ഉണങ്ങിയിരിക്കണം. അമ്മയുടെ കാല് പരിപൂർണമായി ആ വ്രണമെല്ലാം കരിഞ്ഞ് ഉണങ്ങിപ്പോയ ഒരു സാഹചര്യമാണ് ഇപ്പോൾ കാണുന്നത്. 3 വർഷമായി പൊട്ടി വെള്ളം ചോരയും പഴുപ്പ് ഒഴുകിക്കൊണ്ടിരുന്ന കാലാണത്. കരങ്ങൾ ഉയർത്തിയടിച്ച് കർത്താവിനെ ആരാധിക്കാം. പെരുമഴ പോൽ പെയ്യുന്നു, അത്ഭുതവും വിടുതലും ഈ ജനതയിൽ. പെരുമഴ പോൽ പെയ്യുന്നു, അത്ഭുതവും വിടുതലും ഈ